ശ്രീലക്ഷ്മി അല്ലേ? അതെ, ഈ ഇരിക്കുന്ന എന്റെ മകന്റെ ഭാര്യ. കൊണ്ടുവരാതിരുന്നത് എന്തായാലും നന്നായി. ജാതകത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോ അത് ചിലപ്പോ ആ കുട്ടിക്ക് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. ഉള്ള കാര്യങ്ങൾ തുറന്നു പറയണം, ഒന്നും മറച്ചു വെക്കണ്ട. ദക്ഷിണ വാങ്ങിച്ച് സുഖിപ്പിച്ചിട്ട് വർത്താനം പറയുന്ന സ്വഭാവക്കാരിയല്ല ഈ ഞാൻ. എനിക്ക് ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ചു തന്ന കഴിവായത്. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടണം. ഞാൻ അതുകൊണ്ടേ സത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയൂ. ഈ നക്ഷത്രം മോശമായിട്ടൊന്നും അല്ല. പക്ഷേ ഈ കുട്ടിയുടെ ജനന സമയമാണ് പ്രശ്നം. നീചരാശിയിലാണ് ഈ കുട്ടിയുടെ ജനനം. ഈ രാശി ജനിക്കുന്നവര് അവരവരുടെ വീട് കുളം തോണ്ടും. ഇവരോടൊപ്പം ജീവിക്കുന്നവർക്കേ കഷ്ടകാലവും. ആപത്തൊഴിഞ്ഞ് ഒരു നേരം ഉണ്ടാവൂല. ശ്രീലക്ഷ്മി എന്ന പേരിലെ ശ്രീ എന്ന അക്ഷരം മാത്രമാണ് ഈ കുട്ടിക്ക് നല്ലതായിട്ടുള്ളത്. ബാക്കിയെല്ലാം ഈ ജാതകക്കാരിക്ക് വളരെ മോശം. അയ്യോ എന്റെ ദൈവമേ. ജാതകവശ ഈ കുട്ടിക്കിപ്പോ കണ്ടക ശനിയാ. കൂനിമ്മേ കുരുവെന്ന് പറയുന്ന പോലെ നാശം പിടിച്ച ഈ ജാതകത്തില് ഒരു കണ്ടക ശനി കൂടി. പിന്നെ പറയണോ? ഞാൻ കവടി നിരത്തി കൂടിയൊന്നും നോക്കാം. മകൻ ഇതിലൊന്നും അത്ര വിശ്വാസമില്ലെന്ന് തോന്നുന്നു. ഇത് സയൻസ് അല്ലേ, അത് പഠിച്ചവർ കൈകാര്യം ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഈശ്വര വിശ്വാസി കൂടിയാ. നിങ്ങൾ ബാക്കി പറ. ചുമ്മാ തിരിക്കട. ചന്ദ്രന്റെ ദൃഷ്ടി മറഞ്ഞു നിൽക്കുകയാണ്. രാഹു 7-ലും ചൊവ്വ 5-ലും. ഈ കുട്ടിക്ക് സന്താനഭാഗ്യമില്ല. അയ്യോ. അവൾ ഒരിക്കലും പ്രസവിക്കുകയില്ല. അയ്യോ. അഥവാ പ്രസവിച്ചാലും ആ പ്രസവത്തിലെ കുഞ്ഞു മരിച്ചുപോകും. ഈ കുട്ടിയെ നിങ്ങളുടെ മകൻ കല്യാണം കഴിച്ചതോടെ നിങ്ങളുടെ കുടുംബത്തിന്റെ തായ് വേര് ഇളകി. ഇവളെ കല്യാണം കഴിച്ച ശേഷം നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ ഉപേക്ഷിച്ച് പോവുകയോ മരിക്കുകയോ മറ്റോ ചെയ്തോ?